നമസ്കാരം. വിസ്റ്റം കോളേജിൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള ന്യൂറോൺസുകളുണ്ടല്ലേ. രണ്ടു തരം നാഡീകോശങ്ങൾ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള കാണപ്പെടുന്നുണ്ട്, നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ് കാണപ്പെടുന്നു അല്ലേ. 2 types of neurons are present അല്ലെ. രണ്ട് തരത്തിലുള്ള ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നുണ്ട്. അതായത് സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അവയവങ്ങൾ, സംവേദ നാഡീകോശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നു. ഇതാണ് സംവേദ നാഡീകോശങ്ങൾ. രണ്ടാമതെന്ന് പറയുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. എന്താണ് മോട്ടോർ ന്യൂറോൺസ്? ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. അതായത് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ പ്രേരക നാഡീകോശങ്ങളെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നു. പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നു. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസുകളാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സംവേദ നാഡീകോശങ്ങൾ അഥവാ സെൻസറി ന്യൂറോൺസ്. രണ്ടാമത്തത് പ്രേരക നാഡീകോശങ്ങൾ അഥവാ മോട്ടോർ ന്യൂറോൺസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നെർവ് അല്ലെ. നെർവിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യാം. A nerve is a group of axons or nerve fibers covered by connective tissue. A nerve is a group of axons or nerve fibers covered by connective tissue. അതായത് നാഡികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം നാഡീതന്തുക്കൾ ഒരു യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ട് കാണുന്നതാണ് ഒരു നാഡികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നാഡി എന്ന് പറയുന്നത്. ഒരു നാഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം നാഡീതന്തുക്കൾ. അതായത് ഈ ആക്സോണുകളാണ് കേട്ടോ. ഈ ആക്സോണുകൾ ഒരു യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ട് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, നാഡി എന്ന് പറയുന്നത്. ഒരു നാഡി എന്ന് പറയുന്നത്. ഇനി ഈ നാഡിയെ തന്നെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. സംവേദ നാഡി അഥവാ സെൻസറി നെർവ്, പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ്സ്, സമ്മിശ്ര നാഡി അഥവാ മിക്സ്ഡ് നെർവ്സ്. അപ്പം സെൻസറി നെർവ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം, അഥവാ സംവേദ നാഡി എന്നുള്ളത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് സെൻസറി ന്യൂറോൺ, അതായത് സംവേദ നാഡീകോശങ്ങൾ അടങ്ങിയത്. കൺസിസ്റ്റ് ഓഫ് സെൻസറി ന്യൂറോൺ അഥവാ എന്താണ്, സംവേദ നാഡീകോശങ്ങൾ അടങ്ങിയതാണ് സംവേദ നാഡി അഥവാ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ക്യാരി ഇമ്പൾസസ് ഫ്രം sense organ to the brain and spinal cord. Carry impulses from sense organs to the brain and spinal cord. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, സെൻസറി നെർവ് അഥവാ സംവേദ നാഡി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് സെൻസറി നെർവ് അഥവാ പ്രേരക നാഡി. കൺസിസ്റ്റ് ഓഫ് സെൻസറി ന്യൂറോൺ. പ്രേരക നാഡീകോശങ്ങൾ അടങ്ങിയതാണ് പ്രേരക നാഡി അഥവാ സെൻസറി നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ക്യാരി ഇമ്പൾസസ് ഫ്രം സെൻസ് ഓർഗൻ ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ക്യാരി ഇമ്പൾസസ് ഫ്രം സെൻസ് ഓർഗൻസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നു. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തതാണ് മിക്സ്ഡ് നെർവ്സ് അഥവാ സമ്മിശ്ര നാഡി.
കൺസിസ്റ്റ് ഓഫ് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ. സംവേദ പ്രേരക നാഡീകോശങ്ങൾ അടങ്ങിയത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് സെൻസറി നെർവും മോട്ടോർ നെർവും അടങ്ങിയതും അതുപോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ സംവേദ നാഡി അല്ലെങ്കിൽ പ്രേരക നാഡി ഇവ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ് ആൻഡ് വൈസ് വേഴ്സ. ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ് ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും അവിടെ നിന്ന് തിരിച്ചും ആവേഗങ്ങളെ വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടുപോകുന്നു, എന്നിട്ട് അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് മിക്സ്ഡ് നെർവ്സ് അഥവാ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. ഈ നെർവസ് സിസ്റ്റത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിന്, അതുപോലെ സ്പൈനൽ കോഡ്, റിസപ്റ്റേഴ്സ് ഗ്രാഹികൾ അല്ലേ, പിന്നെ അതുപോലെ നെർവ്സ്, ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ഈ നെർവസ് സിസ്റ്റമായിട്ട് മാറുന്നത്. ഈ നെർവസ് സിസ്റ്റം അഥവാ നാഡീ വ്യവസ്ഥ, ഈ നാഡീ വ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് നെർവസ് സിസ്റ്റത്തെ നമുക്ക് എന്തായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ. രണ്ടാമത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥ, രണ്ടാമത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീ വ്യവസ്ഥ. ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിന്, സ്പൈനൽ കോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും, ബ്രെയിനും സുഷുമ്നയുമാണ് വരുന്നത്, ബ്രെയിനും സുഷുമ്നയും. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് ക്രാനിയൽ നെർവ്സ്, മറ്റൊന്ന് സ്പൈനൽ നെർവ്സ്. ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരോനാഡികൾ, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികളാണ് എന്താണ് ശിരോനാഡികൾ. ഇതെന്ന് പറയുന്നത് 12 ജോഡികളുണ്ട്. എത്ര എണ്ണമുണ്ട്? 12 ജോഡികളാണ് ശിരോനാഡികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ 12 ജോഡികൾ. ഇനി രണ്ടാമത്തത് സ്പൈനൽ നെർവ്സ് ആണ്. സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡികളാണ്. അതെന്ന് പറയുന്നത് 31 ജോഡികളാണ്. എന്താണ്? 31 ജോഡികൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും, തലച്ചോറും സുഷുമ്നയും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ക്രാനിയൽ നെർവ്സും അതുപോലെ സ്പൈനൽ നെർവ്സും, ശിരോനാഡികളും സുഷുമ്ന നാഡികളും. 12 എണ്ണം ശിരോനാഡി അല്ലെങ്കിൽ ക്രാനിയൽ നെർവ്സും 12 ജോഡി ക്രാനിയൽ നെർവ്സും, സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് 31 ജോഡിയാണ്, 31 പെയേഴ്സ് ആണ്, അഥവാ സുഷുമ്ന നാഡികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം ബ്രെയിനിൻ്റെ ഏകദേശ വെയിറ്റ് എന്ന് പറയുന്നത്, ഏകദേശ ഭാരം എന്ന് പറയുന്നത്, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 1400 ഗ്രാമാണ്, 1400 ഗ്രാം. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ഹാർഡ് സ്കൾ ആൻഡ് ഈസ് കവേർഡ് ബൈ എ 3-layered മെംബ്രെയിൻ കോൾഡ് ദ മെനിഞ്ചസ്. അതായത് തലയോട് അല്ലെങ്കിൽ കപാലം എന്ന് നമുക്ക് വേറൊരു പേരിൽ അറിയപ്പെടും എന്ന അസ്ഥി നിർമ്മിത കവചത്തിനുള്ളിലായി 3 പാളികളുള്ളതും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞതുമായ മെനിഞ്ചസ് എന്ന ആവരണം കൊണ്ട് മസ്തിഷ്കം ചെയ്യുന്നു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം തലയോട് അല്ലെങ്കിൽ കപാലം എന്ന അസ്ഥി നിർമ്മിത കവചത്തിനുള്ളിലായി 3 പാളികൾ ഉള്ളതും സെറിബ്രോസ്പൈനൽ ദ്രവം അല്ലവാ CSF എന്നാണ് നമ്മൾ എന്തെങ്കിലും സെറിബ്രോസ്പൈനൽ ദ്രവത്തെ പറയുന്നത്, നിറഞ്ഞതുമായ മെനിഞ്ചസ് എന്ന ആവരണം കൊണ്ട് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ഹാർഡ് സ്കൾ ആൻഡ് ഈസ് കവേർഡ് ബൈ എ 3-layered മെംബ്രെയിൻ കോൾഡ് ദ മെനിഞ്ചസ്. Cerebrospinal fluid, a fluid formed inside the meninges, also protects the brain.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ഹാർഡ് സ്കൾ ആൻഡ് ഈസ് കവേർഡ് ബൈ എ 3-layered മെംബ്രെയിൻ കോൾഡ് the meninges. Cerebrospinal fluid, a fluid formed inside the meninges, also protects the brain. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ദ ഫ്ലൂയിഡ് വിച്ച് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ബ്രെയിൻ ടിഷ്യൂസ്. അതായത് നമ്മുടെ ബ്രെയിന്, തലച്ചോറിന് ഓക്സിജനും അതുപോലെ എന്താണ് ലവണങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ നൽകുന്ന ദ്രവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF അല്ലെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇനി ഇത് എങ്ങനെയാണ് രൂപപ്പെടുന്നതും ഇതിൻ്റെ ഫങ്ഷൻസും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് cerebrospinal fluid is a fluid formed from the blood inside the meninges and eventually reabsorbed to the blood. അതായത് സെറിബ്രോസ്പൈനൽ ദ്രവം ബ്ലഡിൽ നിന്ന്, രക്തത്തിൽ നിന്ന് നിർമ്മിക്കപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് ഇതിൻ്റെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് തന്നെ തിരിച്ചെന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പോൾ cerebrospinal fluid is a fluid formed from the blood inside the meninges and eventually reabsorbed to the blood. സെറിബ്രോസ്പൈനൽ ദ്രവം എന്താണ്? തലച്ചോർ അല്ലെങ്കിൽ എന്താണ് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി ഈ ദ്രവത്തിൻ്റെ എന്താണ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കുക, CSF പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ബ്രെയിൻ ടിഷ്യൂസ്. CSF provides nutrients and oxygen to brain tissues. നാഡീകലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. അതായത് ബ്രെയിനിലെ, അതായത് തലച്ചോറിലെ നാഡീകലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ്, റെഗുലേറ്റ്സ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ. റെഗുലേറ്റ്സ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ. തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, പ്രൊട്ടക്ട്സ് ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. പ്രൊട്ടക്ട്സ് ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത്രയുമാണ് CSF അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്.